മിശിഹായിൽ സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ഉണ്ണി മിശിഹായുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യമാണ്. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതെ, നാം ഇന്ന് ചിന്തിക്കുന്നത് മാലാഹ ആട്ടിടയന്മാർക്ക് നൽകിയ സന്ദേശമാണ്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ മാലാഹ സക്രിയയെ അറിയിക്കുന്ന സന്ദേശം നാം കാണുന്നുണ്ട്. മറിയത്തെ അറിയിക്കുന്ന സന്ദേശം നാം കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം കാണുന്നു, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സദ്വാർത്ത, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. ഈ മംഗളവാർത്താ കാലത്ത് നമുക്കും ഒന്ന് ചിന്തിച്ച് നോക്കാം. നാമും സദ്വാർത്ത പറയുന്നവരാണോ? നല്ല വാർത്ത പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ അബർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ പാഷാണം ഷാജി പോലെ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എപ്പോഴാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കുറ്റം പറയുന്നത്? അതൊരു പക്ഷേ അവന് ആ വ്യക്തിയോടുള്ള എതിർപ്പ് കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ വെറുപ്പ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടക്കേട് കൊണ്ടായിരിക്കാം, തൻ്റെ അഭിപ്രായത്തെ മാനിക്കാതെ വരുമ്പോഴായിരിക്കാം. എന്നാൽ നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നാം ഒരിക്കലും കുറ്റം പറയാറില്ല. പണ്ട് എൻ്റെ റെക്ടറച്ഛൻ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു വ്യക്തി എല്ലാ സ്ഥലത്ത് പോയാലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ഒരു കല്യാണത്തിന് പോയാൽ ഫുഡ് ശരിയല്ലെന്ന് പറയും, ഉത്സവത്തിന് പോയാൽ സൗണ്ട് ശരിയല്ല, ഡെക്കറേഷൻ ശരിയല്ല എന്നൊക്കെ പറയും. അങ്ങനെ ആ വ്യക്തി ഒരു കയറി താമസത്തിന് എത്തിച്ചേരുകയാണ്. അങ്ങനെ വീടെല്ലാം ചുറ്റി സഞ്ചരിച്ച് കണ്ടിട്ട് പുള്ളി നോക്കിയിട്ട് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം പുള്ളി ആ സെറ്റിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാം നന്നായിരിക്കുന്നു, പക്ഷേ ഈ വീട് പൊളിക്കാൻ കഷ്ടപ്പെടും. നാമും ഇങ്ങനെയാണോ? എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാനാണോ നമ്മുടെ തിടുക്കം? കള്ളപ്രചാരണങ്ങളും കള്ളവാർത്തകളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും നല്ല വാർത്ത പറയാൻ സാധിക്കുന്നുണ്ടോ? നല്ലത് പറയണമെങ്കിൽ, നന്മ കാണണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും സ്നേഹം നിറയണം. സ്നേഹമുണ്ടെങ്കിൽ അവിടെ നന്മയുണ്ടാകും. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുവാനും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനും അങ്ങനെ മറ്റുള്ളവരുടെ നന്മ കാണുവാനും നന്മ പകരുവാനും നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മംഗളവാർത്ത അറിയിക്കാൻ മാലാഹമാരെ അയച്ച കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കൃപ കൊണ്ട് നിറച്ച് മറ്റുള്ളവരുടെ നന്മ കാണുവാനും നന്മ പറയുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ആമേൻ.